പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ സഭാരാധന ലീഡ് ചെയ്യുന്ന പ്രിയ കർത്തൃദാസൻ, ബഹുമാന്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ സി യേശുദാസൻ അവർകൾ വചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ബൈജു മാലാക്കര, വേദിയിലായിരിക്കുന്ന ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റെല്ലാ ബോർഡ് അംഗങ്ങൾക്കും, സെൻറ്റർ പാസ്റ്റേഴ്സിനും, മറ്റ് സഭാ ശുശ്രൂഷകർക്കും, കുടുംബങ്ങൾക്കും, ഇവിടെ ആരാധന ലീഡ് ചെയ്യുന്ന ബ്രദർ റോബിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ സ്വന്തം കൊയർ ടീം, മനോഹരമായി മ്യൂസിക് വായിച്ച് നമ്മോടൊപ്പം ആരാധിക്കുന്ന ബ്രദർ സ്റ്റെബ്ലിൻ, മറ്റ് വർഷിപ്പ് ലീഡേഴ്സ്, ശബ്ദവും വെളിച്ചവും കൈകാര്യം ചെയ്യുന്ന സഹോദരന്മാർ, മീഡിയ ടീം, നമ്മുടെ എല്ലാ വോളണ്ടിയേഴ്സ്, അതുപോലെ ഇന്നത്തെ ഈ സംയുക്ത സഭാരാധനയ്ക്ക് സംബന്ധിക്കുവാൻ ദൂരത്തും ചാരത്തും നിന്ന് രാവിലെ തന്നെ കടന്നു വന്ന സംഘത്തിലെ എല്ലാ വിശ്വാസ കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വീണ്ടും വരുത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കൂടാതെ इसके साथ नॉर्थ इंडिया से हमारे निमंत्रण पे आए हुए सभी पासवानों को प्रभु यीशु मसीह के नाम पर मैं नमस्कार करता हूँ. 3 दिन के इस मीटिंग्स में शामिल होने के लिए आप लोग इतनी दूर सफ़र करके आए इसके लिए मैं शुक्रगुजार हूँ. ജയ് മസീക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും അതുപോലെ തന്നെ ഈ വർഷത്തിൻ്റെ ആരംഭം മുതലും നാം നിരന്തരം കേൾക്കുന്ന ഒരു വർഷമാണ് 1925. എൻ്റെ ബാല്യകാലം മുതൽ ഞങ്ങളുടെ ഭവനത്തിൽ കേട്ടിട്ടുള്ള ഒരു വർഷമാണിത്. പിന്നീട് യൗവനപ്രായത്തിൽ എൻ്റെ ഡാഡി പാസ്റ്റർ ജെയ്സൺ ത്യാഗരാജുമൊത്തുള്ള യാത്രകളിൽ, പ്രത്യേകിച്ച് പഴയ വിശ്വാസികൾക്കറിയാം, ഞങ്ങൾക്കൊരു പച്ച കളർ ഒമ്നി കാർ ഉണ്ടായിരുന്നു. 2000 മുതൽ അനേക വർഷങ്ങൾ പ്രിയ ഡാഡിയുമൊത്ത് സംഘത്തിൻ്റെ സഭകൾ സന്ദർശിക്കുവാനും അനേക സുവിശേഷ യാത്രകളിൽ സഞ്ചരിക്കുവാനും ദൈവം കൃപ ചെയ്തു. ഈ അവസരത്തിലൊക്കെ തൻ്റെ പിതാവ്, നമ്മുടെ സംഘത്തിൻ്റെ സ്ഥാപകനായ സ്റ്റീഫൻ അപ്പച്ചൻ്റെ അനുഭവങ്ങളും സംഘത്തിൻ്റെ ചരിത്രവുമൊക്കെ എന്നോടെപ്പോഴും പങ്കുവയ്ക്കുമായിരുന്നു. അങ്ങനെ 1925 എന്ന വർഷം ഹൃദയത്തിൽ വളരെ പ്രാധാന്യത്തോടെ പതിഞ്ഞ ഒരു വർഷമാണ്. 2024 അവസാനം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, 2025 സംഘത്തിൻ്റെ ആദ്യ ആരാധനയുടെ 100ാം വർഷമാണല്ലോ, എന്തൊക്കെയാണ് വ്യത്യസ്തമായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അനേക ആശയങ്ങൾ ദൈവം ഹൃദയത്തിൽ നൽകിയത്. അതിൽ പ്രധാനമായി ദൈവം നൽകിയ ഒന്നാണ് വാഗ്ദത്തം 2025 എന്ന പേരിലുള്ള സുവിശേഷ മഹായോഗം. തുടർന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഈ വിഷയം പറയുകയും ഇതിനോടൊപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വവുമായി സൂം കോളുകൾ വയ്ക്കുകയും 1 വർഷത്തെ പ്രോഗ്രാമുകൾ നമ്മൾ തയ്യാറാക്കുകയും ഉണ്ടായി. കഴിഞ്ഞ 2 മാസത്തിൽ തന്നെ ഈ വാഗ്ദത്തം 2025 എന്ന കൺവെൻഷന് വേണ്ടി നമ്മൾ ഭരണസമിതി, എനിക്ക് തോന്നുന്നു 5ലധികം തവണ ഓൺലൈനിൽ മീറ്റിംഗ് കൂടുകയും ഇതിൻ്റെ ഓരോ ചെറിയ ക്രമീകരണങ്ങൾ വരെ വിശദമായി പ്ലാൻ ചെയ്യുകയും ഉണ്ടായി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 രാത്രികളും ഇവിടെ ഞങ്ങൾ കുടുംബമായ അമേരിക്കയിൽ യൂട്യൂബിൽ യോഗങ്ങൾ തത്സമയം കണ്ടു. ഇത്രത്തോളം അനുഗ്രഹമായി നമ്മെ നടത്തിയ ദൈവത്തെ നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഇതിൻ്റെ പിന്നിൽ വലിയൊരു കൂട്ടം ദൈവദാസന്മാരുടെയും വിശ്വാസികളുടെയും ഭരണസമിതിയിലെ എല്ലാവരുടെയും അഹോരാത്രമുള്ള പ്രയത്നമുണ്ട്. അവർക്കെല്ലാം എൻ്റെ പ്രത്യേക നന്ദിയും അഭിനന്ദനങ്ങളും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, സംഘത്തിന് മേലുള്ള അനേക വാഗ്ദത്തങ്ങൾ ഇനിയും നിവർത്തിക്കുവാനുണ്ട്. അത് നിറവേറുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും, നമ്മുടെ സംഘത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടൻ്റെ എല്ലാ പോരുകളും ഈ യോഗങ്ങളിലൂടെ വെളിപ്പെടുന്ന ആത്മീയ ശക്തിയാൽ തകർക്കപ്പെടണം. ഞാൻ ഒറ്റയ്ക്കോ നമ്മുടെ ഭരണസമിതിയിലുള്ള എല്ലാവരും ചേർന്നോ അല്ലെങ്കിൽ നമ്മുടെ ദൈവദാസന്മാർ മാത്രം വിചാരിച്ചാൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സംഘത്തിലെ വിശ്വാസികളെ, നാം ഒരുമിച്ച് നിന്നാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് വൻ കാര്യങ്ങളെ ചെയ്തു തീർക്കുവാൻ കഴിയും. ആദ്യത്തെ രാത്രി വചനം സംസാരിച്ച പാസ്റ്റർ KJ തോമസ് അവർകൾ തൻ്റെ സന്ദേശത്തിനിടയിൽ പറഞ്ഞതുപോലെ, സാത്താന് ഈ ലോകത്തിൽ അധികാരമുണ്ട്, പക്ഷേ അവന് പരമാധികാരമില്ല. ശ്രദ്ധിക്കണേ, പരമാധികാരം പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ആമേൻ. അതുകൊണ്ട് പിശാചിന് ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ദൈവമക്കളെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല.
എത്ര അധികാരവും പരമാധികാരവും ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയെ തകർക്കുവാൻ സാത്താനേ, എൻ്റെ ദൈവം നിന്നെ അനുവദിക്കില്ല. ഇന്നലെ ദൈവദാസൻ ഷാജി എം പോൾ പാസ്റ്റർ പ്രവചന ശബ്ദമായി പറഞ്ഞതുപോലെ നമുക്ക് അനുകൂലമായ ചില വിധികൾക്ക് സ്വർഗത്തിലെ ദൈവം അവധി വെച്ചിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. എല്ലാ വിശ്വാസികളോടും എനിക്കൊരപേക്ഷയുള്ളൂ, നാം ഒരുമിച്ച് നിൽക്കണം. നാം ഈ നാളുകളിൽ ഒരുമിച്ച് നിന്ന ലോക സുവിശേഷത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് നിന്ന് ക്രിസ്തുവിൻ്റെ പടയാളികളായി അണിനിരന്ന് നിന്നാൽ ദൈവം നമ്മിലൂടെ, നമ്മുടെ കുടുംബങ്ങളിലൂടെ, നമ്മുടെ പ്രാദേശിക സഭകളിലൂടെ, നമ്മുടെ സംഘത്തിലൂടെ തന്നെ വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കപ്പെട്ട കർത്തൃദാസനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഒരിക്കൽ കൂടി എന്നോടൊപ്പം, ഞങ്ങളോടൊപ്പം ഈ പ്രസ്ഥാനത്തിൻ്റെ ദീപം കെടാതെ സൂക്ഷിപ്പാൻ ഞങ്ങളുടെ മേൽ ദൈവകൃപയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന സംഘത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. തുടർന്നും നാം ഒരുമിച്ച് മുൻപോട്ടുള്ള യാത്രയിൽ കൈത്താങ്ങായി, സഹായമായി പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ ഏവരെയും